ഹായ്, വെൽക്കം ടു ലിയ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഡാമേജ്ഡ് ആയിട്ടുള്ള ഫ്രീസി ഹെയർസ് ആയിട്ടുള്ള ഒരു തരത്തിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഹെയറിനെ കുറിച്ചിട്ടാണ്. അത് ഒത്തിരി ആൾക്കാരുടെ ഒരു പ്രശ്നമാണ്. മുടി ഭയങ്കരമായിട്ട് തിന്നായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ എങ്ങനെ നമുക്ക് മുടി കെട്ടാൻ നോക്കിയാലും അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, പൊങ്ങി പൊങ്ങി നിൽക്കണം, ഒരു തരത്തിലും ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നില്ല, അവർ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും മുടി കെട്ടാൻ പറ്റുന്നില്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ പാർലറിൽ കൊടുക്കുന്നുണ്ട്. ഓയിൽ മസാജിങ് ആയിട്ടും, അല്ലെങ്കിൽ സ്പാ ട്രീറ്റ്മെൻ്റ് ആയിട്ടും, സ്മൂത്തനിങ് സ്ട്രൈറ്റനിങ് ആയിട്ടും, അല്ലാണ്ട് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റുകളായിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു സജഷനാണ് പറഞ്ഞു തരുന്നത്. അതായത് ഒരു തരത്തിലും മുടി നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് നമുക്ക് ഫ്രണ്ട് പോർഷൻ സ്മൂത്തൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ മുടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ട് പോർഷൻ ഞാൻ പറയുമ്പോൾ അതൊരു ഇയർ ടു ഇയർ സെക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് ബാക്കിലേക്ക് ഇടുമ്പോൾ നമുക്ക് ഒരു ലെയർ ബാക്കിലേക്കും കൂടെ കിട്ടും. അപ്പോൾ അകത്തുള്ള ആ മുടി ഒന്ന് കവർ ചെയ്ത് നിൽക്കാനായിട്ടും ഇത് ഉപകാരപ്പെടും. എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ഫുൾ ഹെയർ സ്മൂത്തൻ ചെയ്യുന്നൊന്നും അത്ര ഇഷ്ടമുള്ളവരുണ്ടാവത്തില്ല. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കാം. അതായത് ഫ്രണ്ടിൽ നിന്നപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരു കേസാണ്. അതായത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഫ്രീസി ഹെയർ ആണ് ആൾക്കുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു ഭംഗിയില്ലാത്ത മാതിരി ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത് ഇയർ ടു ഇയർ സെക്ഷൻ നമ്മളതോടെ ഇവിടെ സ്മൂത്തനിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലേക്ക് നമുക്കൊരു ലെയറും കൂടെ കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ആ ഹെയർ കൊണ്ടുപോകാനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് ആ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ ഫ്രീസിനെസ് ഒത്തിരി കുറയും, നല്ലൊരു ഹൈഡ്രേറ്റഡ് ഫീലിംഗും കൂടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് വല്ലാണ്ട് വരണ്ടിരിക്കുന്നു, ഒട്ടും ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് കാണുന്നില്ല നമ്മൾ ഈ മുടിമേലെ. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് ഹൈഡ്രേറ്റഡ് ആവുകയും അവർക്ക് മാനേജബിൾ ആവുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു മന്ത്ലി ഒരു സ്പായും കൂടെ എടുത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രീസിനെസ് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ടും നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഫ്രീസിനെസ് കൊണ്ടും ഇങ്ങനെ മുടി ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അവർ ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്ഥിരമായിട്ട് അയണറോ എന്തെങ്കിലും വെച്ചിട്ട് എവിടെയെങ്കിലും പോകേണ്ട സമയം വരുമ്പോൾ പെട്ടെന്ന് അയൺ ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ അയണിങ് ചെയ്യുമ്പോഴത്തേക്കും മുടി ഡ്രൈ ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്, ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ് നഷ്ടപ്പെടാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കേസുകൾ നമുക്ക് ഇതുപോലെ പെർമനൻ്റ് ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് നമ്മുടെ മുടി നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്ഥിരം ഇങ്ങനെ അയൺ ചെയ്യുന്ന ആ ഒരു ഇത് നമുക്ക് മുടിക്ക് അത്ര നല്ലതല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ഈ ഹെയർ പ്രോബ്ലംസ് പരിഹരിക്കാനായിട്ട് സാധിക്കും.